ദീപം തെളിഞ്ഞു, ബലിപീഠം ഒരുങ്ങി, ധൂപം ഉയർന്നു, അൾത്താരയുമൊരുങ്ങി. ദേവദൂതർ നിരനിരയായി മാനം വിട്ടു മണ്ണിൽ വന്നിടുന്നു. ദേവദൂതർ നിരനിരയായി മാനം വിട്ടു മണ്ണിൽ വന്നിടുന്നു. ബലിയിൽ ചേരാൻ ഇരു കൈകൾ കൂപ്പി നിറന്നു. ബലിയിൽ ചേരാൻ ഇരു കൈകൾ കൂപ്പി നിറന്നു. ദീപം തെളിഞ്ഞു, ബലിപീഠം ഒരുങ്ങി, ധൂപം ഉയർന്നു, അൾത്താരയുമൊരുങ്ങി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 20-ാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നല്ലവനായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം കർത്താവിൻ്റെ രക്ഷയേകുന്ന ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടും ഈ വിശുദ്ധ ബലി ഏറ്റവും വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി ഖേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവം
ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകന നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായ എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹവായ്പ ചൊരിയണമേ. അങ്ങനെ അങ്ങേ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കൊട്ടാര വിചാരിപ്പുകാരനായ ഷെബ്നയോട് ഇപ്രകാരം അരുളി ചെയ്തു: നിന്റെ പദവിയിൽ നിന്ന് ഞാൻ നിന്നെ നിഷ്കാസനം ചെയ്യും. നിന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. അന്ന് എൻ്റെ ദാസനും ഹിൽക്കിയായുടെ പുത്രനുമായ എലിയാക്കിമിനെ ഞാൻ വിളിക്കും. നിന്റെ അങ്കിയും അരപ്പട്ടയും അവനെ ഞാൻ ധരിപ്പിക്കും. നിന്റെ അധികാരം അവൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും. ജെറുസലേം നിവാസികൾക്കും യൂദാ ഭവനത്തിനും അവൻ പിതാവായിരിക്കും. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും. അവൻ പിതൃഭവനത്തിന് മഹത്വത്തിൻ്റെ സിംഹാസനമായി ഭവിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കർത്താവ് മഹോന്നതനാണെങ്കിലും
താണവരെ കടാക്ഷിക്കുന്നു. അഹങ്കാരികളെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കർത്താവെ, കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും: ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം! അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞയും, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാര്? അവിടത്തേക്ക് ഉപദേഷ്ടാവായത് ആര്? തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തവനാര്? എന്തെന്നാൽ എല്ലാം അവിടുന്ന് നിന്നും അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടു കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു: മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു: ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജർമ്മയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു: എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു: യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ സൂക്ഷ്മമായി നമ്മുടെ പഠന പ്രക്രിയകളെയൊക്കെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും വലിയ ഉയരങ്ങളിലേക്കുള്ള സാധ്യതയാണ് അത് നമുക്ക് നൽകുന്നത്. ഉദാഹരണത്തിന് നഴ്സറിയിലും KG സെക്ഷനിലൊക്കെ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് കഥകളും അതുപോലെ തന്നെ ഗാനങ്ങളുമൊക്കെ പാട്ടുകളുമൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് അവരെ കൊണ്ട് ആവർത്തിച്ച് പാടിപ്പിക്കുകയും കഥകൾ പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതിലൂടെ അവരുടെ ഓർമ്മശക്തിയും ഒപ്പം തന്നെ അവരുടെ മെമ്മറി പവറുമൊക്കെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് വികസിക്കുകയും ചെയ്യും. പിന്നീട് ഭാഷകൾ പഠിപ്പിക്കുന്നു, സംഖ്യകൾ പഠിപ്പിക്കുന്നു. പിന്നീട് മുന്നോട്ട് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കും തോറും അത് മറ്റൊരു തലങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യും. കണക്കിനെ സംഖ്യകളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് കണക്ക് എന്ന ഒരു സബ്ജക്റ്റിലേക്ക് കടന്നു വരുന്നു. അതുപോലെ ഭാഷകളെയൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് ലാംഗ്വേജ്, അതായത് മലയാളമോ
ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ ആയിട്ട് ഭാഷകൾ പഠിപ്പിക്കുന്നു. പിന്നീട് അത് ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാം. അതിനുശേഷം ജോഗ്രഫിക്കലായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മേഖലകളിലേക്ക്, അതുപോലെ ബയോളജി, ശാരീരിക പ്രകൃതിയെക്കുറിച്ചുള്ള പഠനമായിട്ട് ഇങ്ങനെ മാറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പിന്നീട് 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഇതിലേതിലാണോ ഒരു വ്യക്തി കൂടുതലായിട്ട് അവൻ്റെ മനസ്സുറച്ചു നിൽക്കുന്നത്, താല്പര്യമുള്ളത്, ആ മേഖലയിലേക്ക് പോകുന്നു. വീണ്ടും അതിൻ്റെ മുന്നോട്ടുള്ള പഠനത്തിൽ വീണ്ടും അതിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ സൂക്ഷ്മമായിട്ടുള്ള പഠനത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ക്ലാസ്സുകളിലൊക്കെ മാങ്ങയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു ഗുണമാണ് അതിനെ പഠിപ്പിക്കുക. അതായത് മാങ്ങ ചെറിയൊരു പുളിയുണ്ട്, അത് പഴുത്തു കഴിഞ്ഞാൽ മധുരമുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ചെല്ലുന്തോറും എത്ര തരത്തിലുള്ള മാങ്ങകളുണ്ട്, മാവുകളുണ്ട്, ഇനി അത് ഇന്ത്യയിൽ എത്രയുണ്ട്. പിന്നീട് വീണ്ടും പഠിച്ചു കൊണ്ടുപോകുമ്പോൾ അതേ മാങ്ങ ഓസ്ട്രേലിയയിലാണെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അവിടെയുള്ള മാങ്ങകൾ ഇവിടെയുള്ള മാങ്ങകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് പഠിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ശാസ്ത്രവും ശാസ്ത്ര മേഖലകളും. പഠനം നമ്മളെ മുന്നോട്ട് നയിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് കേസറിയ ഫിലിപ്പിയിൽ എത്തിയപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അതായത് കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ നിങ്ങൾ എന്നെക്കുറിച്ച് കേട്ടത് എന്തൊക്കെയാണ്? പ്രിയപ്പെട്ടവരെ, കുട്ടിക്കാലം മുതൽ ആ നിമിഷം വരെ ശിഷ്യന്മാർ ദൈവിക സങ്കല്പത്തെക്കുറിച്ച് പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഉദാഹരണത്തിന് നമ്മൾ തന്നെ കേൾക്കാറുണ്ട്. എന്താണ്? കുട്ടിക്കാലത്ത് പള്ളിയിൽ സംസാരിച്ചാൽ കർത്താവ് നിന്നോട് കോപിക്കും, ദൈവം നിന്നോട് കോപിക്കും. പ്രാർത്ഥനയുടെ സമയത്ത് ഉറങ്ങാൻ പാടില്ല, പറ്റുമെങ്കിൽ മുട്ടുകുത്തി തന്നെ നിൽക്കണം. നീ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം അരുളും എന്നൊക്കെ. ഞാൻ ഓർക്കുകയാണ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളം ഒരു ഇടവക പള്ളിയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി ഒരു പേപ്പറിൽ എഴുതി തരിക എന്ന്. ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഒരു പേപ്പർ തന്നു. മലയാളത്തിൽ എഴുതാൻ അറിയത്തില്ല, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഐ വാണ്ട് എ പെറ്റ് ഡോഗ് എന്ന്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ഇത് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം എന്താണ്? അവർ ദൈവത്തോട് അടുത്തിരിക്കുവാനായിട്ട്, ആത്മീയതയിൽ വളരുവാനായിട്ട്. ഒരുപക്ഷെ ഇത് എഴുതിയ കാര്യം തന്നെ മാതാപിതാക്കൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മേടിച്ചു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ആ കുഞ്ഞ് ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ ഇങ്ങനെ അന്ന് എഴുതി കൊടുത്തുകൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്കിത് കിട്ടിയതെന്ന്. അവർ വീണ്ടും ഉത്സാഹത്തോടുകൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ യേശുനാഥൻ തന്നെക്കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, പലതും ആയിട്ട് ഉത്തരം പറയുകയാണ്. അവസാനമായപ്പോൾ യേശുനാഥൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ക്വസ്റ്റ്യനാണ്. എന്താണ്? എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ ദൈവിക സങ്കല്പത്തോടുകൂടെ നിങ്ങൾ വളർന്നു, നിങ്ങൾ എന്നോടൊപ്പമായിരുന്നു. ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ദൈവപുത്രൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ആ പരീക്ഷയിൽ വിജയിച്ച, ഏറ്റവും മാർക്കോടുകൂടി വിജയിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ പത്രോസ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവൻ പറയാം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. അവൻ ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടെ പാസ്സായി എന്ന് പറയുന്നതിന് കാരണം എന്താണ്? കർത്താവ് യേശുനാഥൻ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മാംസരക്തങ്ങളല്ല നിന്നെ എപ്രകാരം പറയുവാനായിട്ട് പ്രേരിപ്പിച്ചത്, മറിച്ചോ എൻ്റെ സ്വർഗസ്നായ പിതാവാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പഠനങ്ങളുടെ എല്ലാം മികവ് ഒരുവൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ അത് ആ പഠനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ്, ജീവിതം തന്നെ അവൻ പഠിച്ചതായി മാറുമ്പോഴാണ്, അവൻ്റെ പഠിപ്പ് തന്നെ ജീവിതമായി മാറുമ്പോഴാണ്. അതാണ് നമുക്ക് പത്രോസിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സവിശേഷ ഗുണം. അതിനെയാണ് യേശുനാഥൻ
പ്രശംസിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴെല്ലാം ദൈവം നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇതുവരെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും അതുപോലെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടെല്ലാം നീ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ദൈവത്തെക്കുറിച്ച് നീ കേൾക്കുകയല്ല, പക്ഷെ മറിച്ചോ ദൈവ അനുഭവത്തിലേക്ക് നീ വളരുകയാണ് ചെയ്യേണ്ടത്. ദൈവത്തെക്കുറിച്ച് അറിയുകയല്ല വേണ്ടത്, ദൈവത്തെയാണ് അറിയേണ്ടത്. ആ അറിവാണ് പൂർണ്ണതയിലേക്കുള്ള ആ വലിയൊരു അനുഭവം നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ പൂർണ്ണത എന്ന് പറയുന്നത് കുറിച്ച് പഠിക്കുന്നതല്ല, മറിച്ചോ അതെന്താണെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തവും ശക്തമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ തന്നെ അറിയുവാനായിട്ട്, അങ്ങയെക്കുറിച്ചല്ല, അങ്ങേ തന്നെ അറിയുവാനായിട്ട് ഈ കുദാശകളുടെ സ്വീകരണവും വചന ധ്യാനവുമെല്ലാം എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കട്ടെ. അങ്ങനെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയാൽ നിറയപ്പെടട്ടെ എൻ്റെ ജീവിതം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലിയിലായിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനു, ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ ധന്യശരീരമെടുത്തു നരനാൻ പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ
വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പൂറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായിൽ. വേദപ്രവാചകൻ മാർവഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യുവരിച്ചവർ ഉള്ളോരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. ആ ആ ആ പ്രിയ സഹോദരി, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്ത് അവിടുത്തോട് നന്ദി പ്രകാശിപ്പിക്കാം. ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സമസ്ത ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസാകുന്ന പാറമേൽ അങ്ങയുടെ തിരുസഭയെ പടുത്തുയർത്തുകയും അതിനെ നയിക്കാനുള്ള സ്വർഗീയ അധികാരം നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ആഗോള സഭയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും എല്ലാ വന്യവൈദികരെയും പ്രത്യേകമായി ഇന്ന് നമുക്കായി സ്നേഹബലി അർപ്പിക്കുന്ന IMS ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ സ്നേഹബഹുമാനപ്പെട്ട ജോഷിയച്ഛനെയും എല്ലാ സന്യസ്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയ്ക്കണമേ. വിശ്വസ്തയോടെ ദിവ്യനത്തെ കാത്തു പരിപാലിക്കാൻ ഇവർക്ക് ജ്ഞാനവും കരുത്തും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ശിമയോൻ പത്രോസ് ഏറ്റുപറഞ്ഞതുപോലെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലൗകിക ചിന്തകൾക്കും പരീക്ഷണങ്ങൾക്കും വഴിപ്പെടാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വിധിന്യായങ്ങൾ എത്ര അഗ്രാഹ്യമാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ ദാനങ്ങളോട് വിശ്വസ്ത പുലർത്താനും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും എല്ലാ വിശ്വാസികൾക്കും കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. സമസ്തവും ദൈവത്തിൽ നിന്നും ദൈവത്തിലൂടെയും ദൈവത്തിലേക്കുമാണെന്ന വചനസത്യം ഉൾക്കൊണ്ട് ലോകത്തിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബമെന്ന കൊച്ചു സഭയിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചം നിലനിർത്താനും മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹത്തിലും സമാധാനത്തിലും കഴിയാനും അനുഗ്രഹിക്കണമേ. ഓരോ ഭവനവും ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിടമായി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന
നൽകണമേ. കർത്താവെ, ലോകത്തിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങളാലും പ്രകൃതിക്ഷോഭത്താൽ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ അങ്ങേ കരതാരിൽ സമർപ്പിക്കുന്നു. ആശ്വാസദായകനായ യേശുവെ, ഈ മക്കൾക്ക് ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. നാഥയാചന നൽകണമേ. സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഈ ലോകത്തിൽ നിന്നും അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട എല്ലാ മരിച്ച വിശ്വാസികളുടെയും ആത്മാക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് സ്വർഗീയ പ്രതിഫലം വാഗ്ദാനം ചെയ്തതുപോലെ അങ്ങയിൽ വിശ്വസിച്ച് മരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യപ്രകാശത്തിലും നിത്യസമാധാനത്തിലും അവരെ പ്രവേശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. നാഥയാചന നൽകണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ രക്ഷയേകുന്ന ബലിപീഠത്തെങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തവ അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ദൈവമേ, ബലിയേകുവാൻ സേവനം ചെയ്തിടുവാൻ നീ ക്ഷണിച്ചു ഞങ്ങളെ നിന്റെ പാദ പുൽകുവാൻ. ദൈവമേ, ബലിയേകുവാൻ സേവനം ചെയ്തിടുവാൻ നീ ക്ഷണിച്ചു ഞങ്ങളെ നിന്റെ പാദ പുൽകുവാൻ. സ്വീകരിക്കണമീ ബലി, സഫലമാക്കണമീ ബലി. സ്വീകരിക്കണമീ ബലി, സഫലമാക്കണമീ ബലി. സ്വീകരിക്കണമീ ബലി, സഫലമാക്കണമീ ബലി. സ്വീകരിക്കണമീ ബലി, സഫലമാക്കണമീ ബലി. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മഹത്വപൂർണമായി വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങേ തന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാകുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണോന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ
മാലാകമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന, ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന, ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന, അത്യുന്നതങ്ങളിലോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ ഒപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും
എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സ്വം പ്രാപിക്കും. അരൂപിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമീൻ. കർത്താവ് അരുൾ ചെയ്യുന്ന സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കുദാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്ന ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിനായി താഴ്മയോടെ കേണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തോട് സദൃശത്തോട് അനുരൂപരായി തീരാനും
സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശികളായി തീരാനും ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. എന്നെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനും ഇരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനും ഇരിക്കും. എന്തു നല്ലമ്മ എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ.